നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുറ്റാരോപിതനെ വെറുതെ വിട്ടതിൽ പോലീസിനെയും പ്രോസിക്യൂഷനെയും വിമർശിച്ച് മാത്യു കുഴൽനാടൻ MLA. പോലീസിനും പ്രോസിക്യൂഷനും സംഭവത്തിൽ വീഴ്ചയുണ്ടായി. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്ന പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. സോമപ്രസാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനാഘോഷം ജില്ലയുടെ വിവിധ മേഖലകളിൽ നടന്നു. ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് അതേപടി നിലനിർത്താൻ പോരാടിയ ദേശീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന നേതാക്കൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ധർണ നടത്തി. സമരം മാലിന്യ സംസ്കരണം വ്യാപാരികളിൽ അടിച്ചേൽപ്പിച്ച അന്യായ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട സർക്കാർ കൊണ്ടുവന്ന മാലിന്യ സംസ്കരണ നിയമങ്ങൾ അശാസ്ത്രീയമെന്ന നേതാക്കൾ. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗവിയിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വിനോദസഞ്ചാരികളുടെ വൻ തിരക്ക്. അധികൃതരുടെ വിലയിരുത്തൽ ക്രിസ്തുമസിന് മുൻപ് ആരംഭിച്ച തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്ന്. കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് KFDCയുടെ നേതൃത്വത്തിൽ ഗവി ഡാമിൽ ഒരുക്കിയിരിക്കുന്ന ബോട്ടിങ്ങിനും പെരിയാർ കടുവ സങ്കേതത്തിലൂടെയുള്ള ട്രക്കിങ്ങിനും. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുറ്റാരോപിതനെ വെറുതെ വിടാനുള്ള കാരണം പോലീസിന്റെ അന്വേഷണത്തിലും പ്രോസിക്യൂഷനും സംഭവിച്ച വീഴ്ചയെന്ന് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തനിക്കത് ഉറപ്പിച്ചു പറയാൻ കഴിയും. കുട്ടി തൂങ്ങി മരിച്ചതാണെന്ന് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന സ്ഥലം MLA ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ ആളുകളെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ അനുഭാവിയാണ് ഈ കേസിലെയും കുറ്റാരോപിതനെന്നും മാത്യു കുഴൽനാടൻ ഇടുക്കിയിൽ പറഞ്ഞു. ഈ വിഷയത്തിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇത്രയും ക്രൂരമായ ഒരു സംഭവം നടന്നു. സാധാരണ ഇതിന് പ്രതി അറസ്റ്റ് കാര്യങ്ങൾ കോടതി അവരെ ബന്ധപ്പെടുന്ന സ്ഥിതിയുണ്ടായി. 2 കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യത. ഒന്നുകിൽ ഇൻവെസ്റ്റിഗേഷന്റെ പരാജയം, അതല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ പരാജയം. ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഒന്നല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ പരാജയം, അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ പരാജയം. ഞങ്ങളൊരു ലോയർ ആയതുകൊണ്ട് നമുക്കത് വളരെ അസറ്റ് ചെയ്ത് പറയാൻ കഴിയും. അപ്പൊ ഇൻവെസ്റ്റിഗേഷന്റെ പരാജയത്തിനുള്ള സാധ്യത ഇനിയിപ്പോ സർക്കാരിലേക്ക് എത്തുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടിയുടെ തൂങ്ങി മരണം ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടായ സമയത്ത് തന്നെ ഇതിന്റെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണം എന്ന് സ്ഥലം MLA നേരിട്ട് ഇടപെട്ട് പറഞ്ഞതിന്റെ വിഷ്വലും വീഡിയോയും നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. അതെന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത്? ആരുമായിട്ട് എക്സോർവൈ ഒരു ഈ പ്രായം പറഞ്ഞൊരു പെൺകുട്ടി മരിച്ചാൽ ഇന്നത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് അസ്വാഭാവിക മരണം ഏത് പ്രായത്തിലുള്ളവർ നടന്നാലും പോസ്റ്റ്മോർട്ടം കമ്പൽസറി ആണെന്നിരിക്കെ എന്തിനു വേണ്ടി നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചു? ആരും പറയുള്ളൂ. എന്റെ MLA എന്നതിലേക്ക് എന്നൊരു എത്രയോ പേരെന്ന് പറയുന്നു. വളരെ പച്ചയായ നമുക്കറിയാവുന്ന വീടുകളിൽ നടക്കുന്ന മരണം, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവർ, അവരെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവാണ്. അവർ വന്ന് പറഞ്ഞാൽ പോലും ഇന്നത്തെ പോലീസിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ തെറ്റാണെന്നാണ് നിയമം എന്നിരിക്കെ എന്തിനു വേണ്ടി നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചു? 2 പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടാണെന്ന് നമുക്കറിയാം. ഇടതുപക്ഷക്കാരനാണ്. ഇവരെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയ ആളുകൾ മുഴുവൻ സംരക്ഷിക്കുന്ന, പച്ചയായി പരസ്യമായി ജനങ്ങളെ വെല്ലുവിളിച്ച് സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള പാർട്ടിയാണ്. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ കുറ്റാരോപിതനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഒരു മനുഷ്യന്റെ സാധാരണ ബുദ്ധിയിൽ നിന്ന് പരിശോധിച്ചാൽ തെറ്റാണെന്ന് മനസ്സിലാകുമെന്ന് പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. സോമപ്രസാദ്. പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റാരോപിതനെ വെറുതെ വിട്ട ജഡ്ജി സ്ഥലം സന്ദർശിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടാകില്ലായിരുന്നെന്നും സോമപ്രസാദ് പറഞ്ഞു. കോടതി പ്രതിയെ വെറുതെ വിടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള വാദമുഖങ്ങളൊന്നും ഈ സ്ഥലം വന്ന് കണ്ട് സന്ദർശിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നവർക്ക് ബോധ്യപ്പെടുന്നതല്ല. തീർച്ചയായിട്ടും ഇതിൽ ഒരു പുനരന്വേഷണവും അതോടൊപ്പം തന്നെ കേസിൻ്റെ ഒരു പുനർവാദവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണെന്നാണ് ബോധ്യപ്പെടുന്നത്. ഈ 6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അനിഷ്ടപരമായി കൊലപ്പെടുത്തിയ പ്രതിയെ
മാതൃപരമായി ശിക്ഷിച്ച് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ പൂർണ്ണമായും ആ പ്രതിക്ക് നൽകത്തക്ക തരത്തിലുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഈ പ്രതിയെ ശിക്ഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇടപെടലുകളും ഈ കേസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ കുഞ്ഞിൻ്റെ രക്ഷകർത്താക്കളോടൊപ്പം ഈ കാര്യത്തിൽ ഏതറ്റം വരെ പോകുന്നതിനും ഈ കേസ് എന്ന് പറയുന്ന സംഘടന തയ്യാറാണ്. എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും മുൻകൈ പ്രവർത്തനങ്ങളും ഈ പ്രതിയെ ശിക്ഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ കേസിൻ്റെ ഭാഗത്തുണ്ടാവും. ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണരംഗത്തെ നേതൃത്വത്തെ ഈ കാര്യങ്ങളകത്തന്നെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനാഘോഷം കട്ടപ്പനയിൽ നടന്നു. ജന്മദിന സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് അതേപടി നിലനിർത്താൻ പോരാടിയ ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് അദ്ദേഹം പറഞ്ഞു. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ ജന്മദിന സമ്മേളനം ആരംഭിച്ചത്. കോൺഗ്രസിന്റെ 139ാം ജന്മദിനത്തിന്റെ പ്രതീകമായി 139 മെഴുകുതിരികൾ തെളിയിച്ചു. ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി നിർവഹിച്ചു. കോൺഗ്രസ് ലോക ചരിത്രത്തിന്റെ ഭാഗമാണ്. 100 വർഷം പിന്നിട്ട മറ്റൊരു പാർട്ടി ഇന്ന് ലോകത്തില്ലെന്നും EM അഗസ്തി പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമാനമായി ലോകത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല. 100 വർഷത്തിന് പിന്നിട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ലോകത്തിൽ അപൂർവം. ജനാധിപത്യത്തിൽ തുടക്കം കുറിച്ച രാജഭരണത്തിൽ അധികാരങ്ങൾ പിടിച്ചു വാങ്ങിയ ബ്രിട്ടനിലെ പ്രൊവിൻഷ്യൽ പാർട്ടിയിൽ പോലും 50 വർഷത്തിനകം നിലനിൽക്കാൻ കഴിഞ്ഞില്ല എന്ന ചരിത്രം നമ്മൾ ഓർക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ചരിത്രത്തിന്റെ രീതിയിലൂടെ അതിന്റെ സംസ്കാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇന്ത്യക്കാരുടെ മാത്രം പാർട്ടിയല്ല, മാനവരാശിയുടെ പ്രസ്ഥാനമാണ്. പരിപാടിയുടെ ഭാഗമായി കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെയും കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ കുട്ടികളെയും മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ജന്മദിന സന്ദേശം നൽകി. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എന്തെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രമാണ് എന്ന് പറയാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് എന്ന് കാലവും ചരിത്രവും മറുപടി പറയും. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ജന്മദിന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, PR അയ്യപ്പൻ, നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ, ഷാജി വെള്ളമാക്കൽ, KA മാത്യു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനാഘോഷം ഇടുക്കിയിൽ സംഘടിപ്പിച്ചു. DCC ഓഫീസിൽ ചേർന്ന ജന്മദിന സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 138 പ്രവർത്തന വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ 139ാം ജന്മദിനാഘോഷമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്നത്. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ച പരിപാടി KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC അംഗം AP ഉസ്മാൻ, MD അർജുനൻ, മറ്റ് നേതാക്കളായ അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് MN ഗോപി, PV സ്കറിയ, AK മണി, ബാബു P കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരട്ടിയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരട്ടിയാർ യൂണിറ്റ് പ്രസിഡന്റ് സജി ഡൊമിനിക് അയ്യനാംകുഴി ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണം വ്യാപാരികളുടെ തലയിൽ കെട്ടിവെക്കാനും വൻ പിഴ ചുമത്താനുമുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. സ്കൂൾ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ എത്തിയ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരട്ടിയാർ യൂണിറ്റ് പ്രസിഡന്റ് സജി ഡൊമിനിക് അയ്യനാംകുഴിയിൽ ഉദ്ഘാടനം ചെയ്തു. ജൈവം അജൈവം അതുകൂടാതെ തന്നെ അപകടകരമായ ഒരെണ്ണമില്ല. അതായത് ഈ കുപ്പിച്ചില്ല് അങ്ങനെയുള്ളത് സംസ്കരിക്കാൻ ചുമല ബക്കറ്റും, ജൈവ വസ്തുക്കൾ സംഭരിക്കാൻ പച്ച ബക്കറ്റും, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ വേറെ ബക്കറ്റും. ആ ബക്കറ്റുകൾ ഇവിടുന്ന് ഓരോ കടയ്ക്കും
അങ്ങോട്ട് നീട്ടി വെച്ചിട്ടുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു. ഞങ്ങളുടെ പണി ഇതാണോ സുഹൃത്തുക്കളെ? ഞങ്ങളുടെ പണി ഈ നാട്ടുകാരുടെ വേസ്റ്റ് പറക്കല. ഞങ്ങളിവിടെ പാവപ്പെട്ട ഞങ്ങള് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് രാവിലെ 8 മണിക്ക് വന്ന് കടയും തുറന്ന് ഇവിടെ വന്നിരുന്ന് ഈ പണിയും ചെയ്തിട്ട് ഞങ്ങൾ നാട്ടുകാരുടെ വേസ്റ്റ് പറക്കാനാ വരുന്നത്. ഞങ്ങൾക്ക് അതിനെ കിട്ടുകയില്ല, ഞങ്ങൾക്ക് അതിന് സമയമില്ല, അതിന് ഞങ്ങൾക്ക് സൗകര്യപ്പെടുകയില്ല. മുഴുവൻ വ്യാപാരികളും സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും എല്ലാ കടകളിലും ജൈവം, അജൈവം, ആപൽക്കരം എന്നിങ്ങനെ പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന നിറത്തിലും വലിപ്പത്തിലുമുള്ള 3 വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ച് അതിൽ പൊതുജനങ്ങൾ കൂടി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച അധികൃതർ നിശ്ചയിക്കുന്ന ഫീസ് നൽകി നിർമ്മാർജ്ജനം ചെയ്യണമെന്നും മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വളരെയധികം നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന ഓരോ വ്യാപാരിയും സമ്മതപത്രം നൽകണമെന്നും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിൽ വീഴ്ച വരുത്തിയാൽ വൻതുക പിഴ ഈടാക്കാനുള്ള നിർദ്ദേശവും ഉത്തരവിലുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരട്ടയാർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി തോണക്കര, CK മണി, റിജി ഇലിപ്പുലിക്കാട്ട്, രാജേന്ദ്രൻ KK, തോമസ് വിജയ് തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളിൽ അടിച്ചേൽപ്പിച്ച അന്യായ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുണ്ടിയിരുമ പാമ്പാടുംപാറ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സർക്കാർ കൊണ്ടുവന്ന മാലിന്യ സംസ്കരണ നിയമങ്ങൾ അശാസ്ത്രീയമാണെന്നും ചെറിയ പിഴവ് വന്നാൽ പോലും വൻതുക പിഴ അടിക്കുന്ന നിലപാടാണ് സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രകടനത്തിന് ശേഷം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന സമരം മർച്ചന്റ് അസോസിയേഷൻ ബ്ലോക്ക് പ്രസിഡന്റ് സജീവ് R. നായർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളോട് തീർച്ചയായിട്ടും ലൈസൻസ് മറ്റുള്ള ഇതിന് ചെല്ലുമ്പോൾ മാലിന്യം എങ്ങനെയാണ് സംസ്കരിക്കപ്പെടുന്നത്, നിങ്ങൾ അതിനുള്ള പണികൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ചോദിച്ച് ലൈസൻസ് തരുന്നതിന് മുമ്പ് അതിനുള്ള കാര്യങ്ങൾ ചിട്ടപ്പെടുത്താറുണ്ട്. ഇനി ഞങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൂടി അത് ഞങ്ങൾ മാലിന്യം സ്വന്തം ചെലവിൽ സംസ്കരിച്ചു കൊള്ളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ, സർട്ടിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ ഇത് ലൈസൻസ് തരുള്ളൂ എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കും. ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുവാൻ വേണ്ടിയാണ് ഇടുക്കി ജില്ലയിലെ 52 പഞ്ചായത്തുകളിലും ഞങ്ങൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്. കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മാലിന്യ വിമുക്ത പ്രവർത്തനങ്ങളിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ നോക്കുമ്പോൾ ഈ പഞ്ചായത്തിന്റെ വാതിക്കൽ തന്നെ വെയിറ്റിംഗ് ഷെഡിൽ തന്നെ മാലിന്യം കിടക്കുക, പ്ലാസ്റ്റിക് UP അടക്കമുള്ള കാര്യങ്ങൾ കിടക്കുക. ഇതൊന്നും ശ്രദ്ധിക്കാതെ, ശരിക്കും പറഞ്ഞാൽ അത് വ്യാപാരികളാണോ ശ്രദ്ധിക്കേണ്ടത്? അല്ലല്ലോ. ശരിക്കും മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രാദേശിക ഭരണകൂടമായ പഞ്ചായത്തുകൾ അതിനു വേണ്ടുന്ന ഫണ്ട് തീർച്ചയായിട്ടും മാറ്റിവെക്കേണ്ടതാണ്. അതിനു പകരം വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികളല്ല സ്വീകരിക്കേണ്ടതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മുണ്ടിയിരുമ യൂണിറ്റ് പ്രസിഡന്റ് ബിജു കളരിക്കൽ അധ്യക്ഷനായിരുന്നു. പാമ്പാടുംപാറ യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ പനക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. NP സുമേഷ്, ജിൻസ് കണ്ണാക്കുഴി, ബിജോ മങ്ങാട്ട തുടങ്ങിയവർ സംസാരിച്ചു. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗവിയിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വിനോദസഞ്ചാരികളുടെ വൻ തിരക്ക്. ക്രിസ്തുമസിന് മുൻപ് ആരംഭിച്ച തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. KFDCയുടെ നേതൃത്വത്തിൽ ഗവി ഡാമിൽ ഒരുക്കിയിരിക്കുന്ന ബോട്ടിങ്ങിനും പെരിയാർ കടുവാ സങ്കേതത്തിലൂടെയുള്ള ട്രക്കിങ്ങിനുമാണ് വൻ തിരക്ക് അനുഭവപ്പെടുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ തിരക്ക് വർദ്ധിച്ചതോടൊപ്പമാണ് പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗവി ടൂറിസം കേന്ദ്രത്തിലും വിദേശ വിനോദസഞ്ചാരികളുടെയും അന്തർ സംസ്ഥാന സഞ്ചാരികളുടെയും വൻ തിരക്ക് അനുഭവപ്പെടുന്നത്. KFDCയുടെ നേതൃത്വത്തിൽ ഗവി ഡാമിൽ ഒരുക്കിയിരിക്കുന്ന ബോട്ടിങ്ങിനും പെരിയാർ കടുവാ സങ്കേതത്തിലൂടെയുള്ള ട്രക്കിങ്ങിനുമാണ് കൂടുതൽ വിനോദസഞ്ചാരികളും എത്തുന്നത്. പെരിയാർ കടുവാ സങ്കേതത്തിലൂടെയുള്ള ട്രക്കിംഗ് വഴി വന്യമൃഗങ്ങളെ തൊട്ടടുത്ത് കാണാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. ഒപ്പം മഞ്ഞിന്റെ കുളിർമയുള്ള ഡിസംബർ മാസത്തിൽ ഗവി ഡാമിലൂടെയുള്ള ബോട്ടിംഗ് വിനോദസഞ്ചാരികൾക്ക് പുത്തൻ അനുഭവമാണ് നൽകുന്നത്. കൂടാതെ KFDCയുടെ ഗവി റെസ്റ്റോറന്റിൽ സമൃദ്ധമായ നാടൻ ഭക്ഷണ വിഭവങ്ങളും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. പ്രകൃതി രമണീയമായ ഗവിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി പുതുവത്സരത്തിലും കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ.
കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. AICC അംഗം EM അഗസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കുന്ന പോലീസ് നടപടിക്കെതിരെയാണ് കട്ടപ്പനയിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചത്. KPCCയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് കട്ടപ്പനയിലും സദസ്സ് നടന്നത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളം അതിഭയങ്കരമായ കടക്കണിയിലാണ് നിലവിൽ. പിന്നെ എന്ത് വികസനമാണ് ജനങ്ങളോട് സർക്കാരിന് പറയാനുള്ളത്? സർക്കാരിനെ എതിർക്കുന്നവരെ അടിച്ച് ഒതുക്കുന്ന നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും EM അഗസ്തി പറഞ്ഞു. കേരളം അതിഭയങ്കരമായ കടക്കണിയിൽ വിധവകൾക്കും വയോധികർക്കും പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സംസ്ഥാനം, സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത സംസ്ഥാനം, കൃഷി ചെയ്യുന്ന നെല്ല് സർക്കാരിന് കൊടുത്താൽ അതിന് പണം കൊടുക്കാൻ കഴിയാത്ത സംസ്ഥാനം, വഴിവിളക്കുകളിൽ മാറ്റിയിടാനുള്ള ബൾബ് വാങ്ങിക്കാനുള്ള പണം പോലും പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നൽകാത്ത സംസ്ഥാനം, ലൈഫ് പദ്ധതിയിൽ വീട് പൊളിച്ചു വാങ്ങിയിട്ട് പകരം വീട് വയ്ക്കാനുള്ള തുക വാഗ്ദാനം ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത സംസ്ഥാനം. അങ്ങനെ അതിഭയങ്കരമായ പ്രതിസന്ധിയിൽ സംസ്ഥാനം വീർപ്പ് കൂടുന്ന സമയത്താണ് കേരളത്തിലെ മന്ത്രിമാരെല്ലാം കൂടി ആളുടെ ബസ്സിൽ കേരളത്തിലെ ജനങ്ങളെ കാണാൻ പോകുന്ന പറഞ്ഞപ്പോ സ്വാഭാവികമായും ആളുകൾ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതിലൂടെ ഇല്ല. സ്വാഭാവികമായും പ്രതിഷേധമുണ്ടായി. മുഖ്യമന്ത്രി പോകുന്നിടത്ത് മുഖ്യമന്ത്രി കാണാത്ത ആഘോഷത്തെ പോകുന്നെങ്കിൽ പ്രതിഷേധമുണ്ടാകും. യൂത്ത് കോൺഗ്രസിലെ KSU പ്രവർത്തകന്മാർ പറഞ്ഞു എന്റെ കുട്ടിയുടെയും എന്റെ കുട്ടിയുടെയും 80-82 വയസ്സും 83 വയസ്സുമുള്ള 2 വിധവകൾ വിശാലത്തിറങ്ങിയ സ്ഥിതിവിശേഷമുണ്ടായ സംസ്ഥാനത്ത് അതിനെതിരായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് സ്വാഭാവികമായി പറഞ്ഞു. കൈകുറി കാണിക്കുന്നില്ല, കരുതത്തിറങ്ങില്ല. കൈകുറി കാണിക്കുന്നത് വളരെ ഭീകരമായി പോലീസ് വർദ്ധിക്കുകയാണ്. പോലീസ് പോലീസിന്റെ കൂടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ സംഘങ്ങളും ഈ വാഹനത്തിൽ കയറിയിറങ്ങി കരിങ്കൊടി കാണിക്കുന്നവരെ ആക്രമിക്കുന്നു, അവരെ വീട്ടിൽ കയറി ആക്രമിക്കുന്നു. സദസ്സിൽ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ, PR അയ്യപ്പൻ, സിജു ചക്കുമൂട്ടിൽ, അനീഷ് മണ്ണൂർ, ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 8ാമത് അഖില കേരള വടംവലി മത്സരം ഡിസംബർ 31 വൈകിട്ട് 6 മണിക്ക് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്യും. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 50 വർഷം പിന്നിടുകയാണ്. മോട്ടോർ തൊഴിലാളികളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു വരുന്ന HMTA സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങൾക്കൊപ്പം കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പനയിൽ വടംവലി മത്സരം സംഘടിപ്പിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ കട്ടപ്പന സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് ഈ വരുന്ന 31-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6:30 അഖില കേരള വടംവലി മത്സരം നടത്തപ്പെടുകയാണ്. ഈ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ്. പിന്നെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണമെഡൽ നേടിയ ഹരീഷ് വിജയനെ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസാണ്. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ്റെ മുൻ എക്സിക്യൂട്ടീവ് അംഗവും ഇപ്പോഴത്തെ നിലവിലുള്ള മെമ്പറിൻ്റെ മകനുമാണ് ഹരീഷ് വിജയൻ. സാംബോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഹരീഷ് വിജയനെ ഡീൻ കുര്യാക്കോസ് MP ആദരിക്കും. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് 1ാം സമ്മാനമായി KG's ജുവലറി നൽകുന്ന 35,008 രൂപയും PK സുധാകരൻ എവർ റോളിംഗ് ട്രോഫിയും, 2ാം സ്ഥാനത്തെത്തുന്നവർക്ക് ഗായത്രി വെഡ്ഡിംഗ് സെന്റർ നൽകുന്ന 25,008 രൂപയും P സെൽവരാജ് എവർ റോളിംഗ് ട്രോഫിയും, 3ാം സ്ഥാനക്കാർക്ക് KJ ഗ്രാനുലേഴ്സ് നൽകുന്ന 15,008 രൂപയും ജിഗ്ഗി ജോസഫ് പടികര മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും ലഭിക്കും. 4ാം സ്ഥാനക്കാർക്ക് ജലധാര കോർപ്പറേഷൻ നൽകുന്ന 10,008 രൂപയും പത്മനാഭൻ പാണൻവിളയിൽ എവർ റോളിംഗ് ട്രോഫിയുമാണ് ലഭിക്കുക. 5 മുതൽ 8 വരെയുള്ള വിജയികൾക്ക് 6,008 രൂപയും 9 മുതൽ 16 വരെയുള്ള വിജയികൾക്ക് 4,008 രൂപയുമാണ് സമ്മാനം. വാർത്താ സമ്മേളനത്തിൽ HMTA പ്രസിഡന്റ് PK ഗോപി, സെക്രട്ടറി MK ബാലചന്ദ്രൻ, ട്രഷറർ ലൂക്ക ജോസഫ് എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന ITI കോളേജ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച KSU പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി വിജയികളെ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം കട്ടപ്പന ITI കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും KSU പ്രവർത്തകർ വിജയിച്ചിരുന്നു. അന്ന് അക്രമ സംഭവമുണ്ടായതിനാൽ വിജയികളെ അനുമോദിക്കാനും സ്വീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല.
തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ പേരെയും മാലയിട്ടാണ് സ്വീകരിച്ചത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സീറ്റും വിജയം വരിച്ച KSന്റെ സാരഥികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാ അനുമോദനങ്ങളും നേരുന്നു. രാജീവ് ഭവനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഗാന്ധി സ്ക്വയറിലാണ് സ്വീകരിച്ചത്. യോഗത്തിൽ DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നരിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. 5ാം ദിവസമായ വ്യാഴാഴ്ച പ്രത്യേക പൂജകൾ കൂടാതെ രുക്മിണി സ്വയംവരവും നടന്നു. ചേർത്തല തുറവൂർ മഹിപി ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. ഡിസംബർ 23 മുതൽ 30 വരെയാണ് ചടങ്ങുകൾ. സപ്താഹയജ്ഞത്തിന്റെ 5ാം ദിവസം സഹസ്രനാമം, യജ്ഞപ്രാർത്ഥന, ഭാഗവത പാരായണം, പ്രസാദമൂട്ട എന്നിവയും നടന്നു. ചടങ്ങിൽ ശബരിഗിരി ശ്രീ അയ്യപ്പനെക്കുറിച്ച് ക്ഷേത്ര മേൽശാന്തി വിഷ്ണുജി എഴുതിയ നരിയമ്പാറയിലെ മൂർത്തിയെന്ന് തുടങ്ങുന്ന ഭക്തിഗാനം ആലപിച്ചവരെ ആദരിച്ചു. എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിലെ സംഗീത അധ്യാപകനും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളിത് പറയണ്ടേ? എനിക്കറിഞ്ഞുകൂടല്ലോ, എനിക്ക് കിട്ടിയതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അധ്യാപകന്റെ കീഴിൽ സംഗീതം പഠിക്കുന്ന കുട്ടികൾ ഭാഗ്യം ചെന്നവരാണ്. നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിലെ സംഗീതാധ്യാപകനായ KG ഹരികൃഷ്ണൻ, ദുർഗപ്രിയ, അനന്യ, അനീഷ്, ശ്രീലക്ഷ്മി, സാന്ദ്ര പ്രമോദ്, ശ്രീനന്ദു തുടങ്ങിയവരാണ് ഗാനം ആലപിച്ചത്. ഇതിനോടകം നിരവധി ആൽബം ചെയ്ത ജൻസ് തൂക്കുപാലമാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ക്ഷേത്രം ചെയർമാൻ ജയകുമാർ, പ്രസിഡന്റ് ഹരികുമാർ D. പിള്ള, സെക്രട്ടറി മധുക്കുട്ടൻ പേരേക്കാട്ട്, ഖജാൻചി ബാലു ഗോപാലകൃഷ്ണൻ, ക്ഷേത്രം മേൽശാന്തി വിഷ്ണുജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈറേഞ്ചിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ധനുമാസ തിരുവാതിര മഹോത്സവം നടന്നു. മലയാള മാസം ധനുവിൽ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസമാണ് കേരളീയ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത്. ഹിന്ദു ആചാരപ്രകാരം പരമശിവന്റെ ജന്മദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം. ഹിന്ദു ഐതിഹ്യപ്രകാരം ദക്ഷപ്രജാപതിയുടെ മകളായ സതിയുടെ ആത്മത്യാഗത്തിന് ശേഷം കുപിതനായ പരമശിവൻ കഠിന തപസ്സിലേർപ്പെട്ടു. അടുത്ത ജന്മത്തിലും ശിവന്റെ പത്നിയായി തീരണമെന്ന ആഗ്രഹത്തോടെ സതീദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി ജനിച്ചു. ശിവനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ് അനുഷ്ഠിച്ചു. എന്നാൽ ശിവന്റെ തപസ് ഇളക്കാൻ സാധിക്കാതെ വിഷമിച്ച പാർവതി കാമദേവന്റെ സഹായത്തോടെ ശിവതപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്തു. കുപിതനായ ശിവൻ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി. പിന്നീട് കാമദേവന്റെ ഭാര്യയായ രതിദേവിയുടെ അപേക്ഷ പ്രകാരം ശിവൻ കാമനെ പുനർജീവിപ്പിച്ചു. തുടർന്ന് ശിവപാർവതിമാർ വിവാഹിതരാകുകയും ചെയ്തു. ഇതിന്റെ സന്തോഷത്തിൽ സ്ത്രീകൾ ആടിപ്പാടി ആഘോഷിച്ചതാണ് തിരുവാതിരയെന്ന് കരുതി പോരുന്നു. ജില്ലയിലെ പ്രധാന ക്ഷേത്രമായ രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്ന ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം. വിവാഹിതരായ സ്ത്രീകളും കന്യകമാരും ഒന്നുചേർന്ന് മഹാദേവ സന്നിധിയിൽ ശിവപ്രീതിക്കായി ചുവടുകൾ വയ്ക്കും. ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഔഷധ സേവയും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള പൂജാതി ഭക്തമംഗല സമർപ്പണങ്ങളും ഇവിടെ നടന്നു വരുന്നു. രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയും കൂടിയാണ്. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രസന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ തിരുവാതിര ദീപം തെളിയിച്ചു. സെക്രട്ടറി KP സജീവ്, യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ VM വിജയൻ, ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘത്തിന്റെയും യൂത്ത് യൂണിയന്റെയും എല്ലാം പ്രിയപ്പെട്ട നേതാക്കന്മാർ, കുടുംബ യൂണിറ്റിന്റെയും പോഷക സംഘടനകളുടെയും എല്ലാ നേതാക്കന്മാരുടെ മഹനീയമായിട്ട് സാന്നിധ്യത്തിൽ SNDP യോഗം രാജാക്കാട് യൂണിയന്റെ സമാരാധനായിട്ടുള്ള പ്രസിഡന്റ് ക്ഷേത്രം മേൽശാന്തി പുരുഷോത്തമൻ ശാന്തികൾ, സതീഷ് ശാന്തി, മോഹനൻ ശാന്തി എന്നിവർ പൂജാകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. KD രമേശ്, KS ലതീഷ് കുമാർ, IB പ്രഭാകരൻ, B സാബു, VS ബിജു, KP സജീവ്, ശാഖാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
കട്ടപ്പന NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ധനുമാസ തിരുവാതിര ആഘോഷ പരിപാടികൾ നടന്നു. കരയോഗം വനിതാ സമാജം ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് തിരുവാതിര സംഘടിപ്പിച്ചത്. പരമശിവന്റെ തിരുനാളായി കരുതപ്പെടുന്ന തിരുവാതിര ആഘോഷിക്കുന്ന പുണ്യമാസമാണ് ധനുമാസം. ഈ വർഷത്തെ തിരുവാതിര വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. ധനുമാസത്തിലെ തിരുവാതിര ആഘോഷത്തിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് കരയോഗ സെക്രട്ടറി ശശികുമാർ മുല്ലയ്ക്കൽ സംസാരിച്ചു. ഏറ്റവും വിശേഷപ്പെട്ട, സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ആഘോഷമാണ് ധനുമാസത്തിലെ തിരുവാതിര. മംഗല്യവതികളായ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ ദീർഘായുസിന് വേണ്ടിയിട്ട് സുമംഗലിയായിട്ടുള്ള വനിതകളെ അവർക്ക് നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിന്, അങ്ങനെ നല്ല കുടുംബജീവനം കിട്ടുന്നതിന് നമുക്ക് വേണ്ടി ആചരിക്കുന്നതാണ് തിരുവാതിര നോയമ്പ്. ഇങ്ങനെ തിരുവാതിര നോയമ്പ് കരയോഗം പ്രസിഡന്റ് KV വിശ്വനാഥൻ വണ്ടാനത്ത്, വനിതാ സമാജം പ്രസിഡന്റ് മീനാക്ഷിയമ്മ ആനിവേലിൽ, സെക്രട്ടറി ഉഷാ ബാലൻ, ട്രഷറർ സിന്ധു ഗിരീശൻ, കമ്മിറ്റി അംഗങ്ങൾ, കരയോഗം പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെയും കുട്ടിക്കാനം IHRD കോളേജ് NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ മാസ് ക്ലീനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളുടെയും കുട്ടിക്കാനം IHRD കോളേജ് NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വണ്ടിപ്പെരിയാറിൽ മാസ് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചത്. NSS യൂണിറ്റ് നടത്തിവരുന്ന സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 24-ാം തീയതി തുടങ്ങി ഇതിന്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികളാണ് ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 28-ാം തീയതി ഇന്നേ ദിവസം നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ, വില്ലേജിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങി പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസര പ്രദേശങ്ങളടക്കം ഒരു മാസ് ക്ലീനിങ് നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തുടക്കമാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും എല്ലാം പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ IHRD കോളേജിലെ NSS ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ വളണ്ടിയർമാർ, കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ഈ ശുചീകരണ പ്രവർത്തനത്തിൽ അവർ സന്നദ്ധത കാണിച്ചതിൽ പ്രിയപ്പെട്ട കുട്ടികളെ ഈ അവസരത്തിൽ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ജനുവരി 30 വരെ നടത്തിവരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മാസ് ക്ലീനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. NSS യൂണിറ്റിലെ 43 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി. ശുചീകരണ പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊട്ടാരക്കര-ദിണ്ടുക്കൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഹൈറേഞ്ചിൽ നെൽകൃഷി പൊതുവെ നാമമാത്രമാകുമ്പോൾ കൊന്നത്തടിയിലെ ഒരു കൂട്ടം കർഷകർ നെൽകൃഷി നിലനിർത്തുന്നതിനുള്ള കഠിന പരിശ്രമത്തിലാണ്. കൊന്നത്തടി സൗപർണിക കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ 2.5 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി നടത്തിയത്. കൃഷി വിജയകരമായതോടെ കൂടുതൽ സ്ഥലത്ത് നെൽകൃഷി തുടങ്ങാനാണ് ഇവരുടെ തീരുമാനം. കർഷകരെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി ഇക്കാലത്ത് അത്ര ലാഭകരമല്ല. ജോലിക്കൂലിയും കൃഷിയുടെ മറ്റ് ചെലവുകളും ഇരട്ടിയിലധികം വർദ്ധിച്ചതോടെ നെൽകൃഷിയിൽ നിന്നും ഹൈറേഞ്ചിലെ പല കർഷകരും പിന്നോട്ടുപോയി. എന്നാൽ പരമ്പരാഗത കൃഷികളിലൊന്നായ നെൽകൃഷിയെ സംരക്ഷിക്കുവാൻ ലക്ഷ്യമിട്ട് കൊന്നത്തടിയിലെ സൗപർണിക കൃഷിക്കൂട്ടായ്മ നടത്തിയ പരിശ്രമങ്ങൾ വിജയം കണ്ടു. 2.5 ഏക്കർ സ്ഥലത്താണ് സംഘാംഗങ്ങൾ കൃഷി ഇറക്കിയത്. നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് നിർവഹിച്ചു. പാടവും നെല്ലും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പോലും കാണാക്കനിയായിരിക്കുന്ന അവസരത്തിലാണ് സൗപർണിക പുരുഷ സ്വയം സഹായ സംഘം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു പാട്ടത്തിനെടുത്തുകൊണ്ട് 2 ഏക്കർ നിലം അവിടെ വീണ്ടും കൃഷി ഇറക്കി നല്ല രീതിയിൽ ഇതിന്റെ വിത്ത് നട്ടതും നമ്മൾ തന്നെയാണ്, ഇപ്പൊ കൊയ്യുന്നതും നമ്മളൊക്കെ കൂടെ തന്നെയാണ്. വലിയ അഭിമാനമുണ്ട് കാര്യത്തിലേക്ക്. മറന്നുപോയിടത്ത് നിന്ന് പുതിയ തരത്തിലേക്ക്, പുതിയ കാലത്തിലേക്ക് വീണ്ടും സജീവമാകുന്നതിന്റെ തുടക്കമായി പല പുരുഷ സഹായ സംഘങ്ങളും കുടുംബശ്രീയും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. വലിയ രീതിയിലേക്ക് കൃഷിക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൊന്നത്തടി പാടശേഖരത്ത് നടന്ന വിളവെടുപ്പ് പരിപാടികളിൽ ഗ്രാമപഞ്ചായത്ത് അംഗം CK ജയൻ അധ്യക്ഷത വഹിച്ചു. കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു KD, സംഘം പ്രസിഡന്റ് AK ശശി, സെക്രട്ടറി രവി നായാട്ടുപാറ, കോർഡിനേറ്റർ TM സുരേഷ്, മറ്റ് അംഗങ്ങളായ ബേബി മാത്യു, സലീം കുമാർ,
തെക്കുംപുറം തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കൃഷിയേറെ വിജയകരമായെന്നും കൂടുതൽ സ്ഥലം എടുത്ത് കൃഷി വിപുലമാക്കുമെന്നും സംഘം പ്രസിഡന്റ് MK ശശി പറഞ്ഞു. സൗവർണിക കർഷക സംഘത്തിന്റെ കർഷക കൂട്ടായ്മയുടെ ഒരു കൃഷിയാണ് നമ്മളിവിടെ ചെയ്തത്. അത് വളരെയേറെ ഫലപ്രദമായി തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ സഹപ്രവർത്തകരായ എല്ലാ ആളുകളും, അതുപോലെ കൃഷി ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ സുരേഷ്, അതുപോലെ നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും ചേർന്ന് നടത്തിയ ഈ കൃഷി വളരെയേറെ വിജയത്തിലേക്ക് എത്തി. അടുത്ത കൃഷിയും നമ്മൾ ചെയ്യാനായി ഉദ്ദേശിക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 302, വിൽപ്പനയ്ക്ക് വന്നത് 1,80,18. വിൽപ്പന നടന്നത് 1,07,145. കൂടിയ വില 2,742, ശരാശരി വില 1,858. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 585 രൂപ, ഏലം കൂടിയ വില 1,750, ഏലം ശരാശരി വില 1,300. കാപ്പിപ്പരിപ്പ് 235, ഗ്രാമ്പു 975, കൊക്കോ 60, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,890 രൂപ, വെള്ളി 79. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുറ്റാരോപിതനെ വെറുതെ വിട്ടതിൽ പോലീസിനെയും പ്രോസിക്യൂഷനെയും വിമർശിച്ച് മാത്യു കുഴൽനാടൻ MLA. പോലീസിനും പ്രോസിക്യൂഷനും സംഭവത്തിൽ വീഴ്ചയുണ്ടായി. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്ന പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. സോമപ്രസാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനാഘോഷം ജില്ലയുടെ വിവിധ മേഖലകളിൽ നടന്നു. ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് അതേപടി നിലനിർത്താൻ പോരാടിയ ദേശീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന നേതാക്കൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ധർണ നടത്തി. സമരം മാലിന്യ സംസ്കരണം വ്യാപാരികളിൽ അടിച്ചേൽപ്പിച്ച അന്യായ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട സർക്കാർ കൊണ്ടുവന്ന മാലിന്യ സംസ്കരണ നിയമങ്ങൾ അശാസ്ത്രീയമെന്ന നേതാക്കൾ. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗവിയിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വിനോദസഞ്ചാരികളുടെ വൻ തിരക്ക്. അധികൃതരുടെ വിലയിരുത്തൽ ക്രിസ്തുമസിന് മുൻപ് ആരംഭിച്ച തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്ന്. കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് KFDCയുടെ നേതൃത്വത്തിൽ ഗവി ഡാമിൽ ഒരുക്കിയിരിക്കുന്ന ബോട്ടിങ്ങിനും പെരിയാർ കടുവാ സങ്കേതത്തിലൂടെയുള്ള ട്രക്കിങ്ങിനും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.